ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും റിവിഷൻ വീഡിയോകൾക്കും സ്റ്റഡി ടിപ്സിനും സ്റ്റഡി ട്രിക്സിനും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്മസ് പരീക്ഷ വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിവിധ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ഇന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും ഔട്ട് ചെയ്തൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 മാത്സ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ ചോർന്നു എന്നാണ് റിപ്പോർട്ടർ TV ഉൾപ്പെടെ മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 മാത്സ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നു എന്നാണ്. അതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, ഇതേ ദിവസം തന്നെ മനോരമ ദിനപത്രവും സുപ്രഭാതം ദിനപത്രവും മറ്റൊരു വാർത്ത കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓണപ്പരീക്ഷയുടെ സമയത്തും ചോദ്യപേപ്പറുകൾ ചോർന്നതായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഈ വിവരങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇക്കാര്യം സമ്മതിച്ചുവെന്നും മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലുകൾ വഴി ചോരുന്നു. പ്രവചനങ്ങളിലൂടെ, പ്രഡിക്ഷനിലൂടെ ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുൻപേ തന്നെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പല സ്കൂളുകളിലും ചോദ്യപേപ്പർ കുറച്ച് മുന്നേ 1-2 ദിവസം മുൻപേ ഒക്കെ എത്താറുണ്ട്. ഒരു പക്ഷേ അവിടെ നിന്നൊക്കെ ആവാം ഇത് ചോർന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ രീതിയിൽ ഇനി മറ്റെവിടെന്നെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല, ഇങ്ങനെയൊക്കെ ആവാം എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ ചോദ്യപേപ്പറുകൾ മുൻപേ തന്നെ യൂട്യൂബ് ചാനലുകൾ ലഭിക്കുകയും അതിൽ 1-2 യൂട്യൂബ് ചാനലുകൾ ഇത് കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നും ഇത് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാക്കുമെന്നുമൊക്കെയാണ് ഇന്നിപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ പൊട്ടിക്കുക, അതായത് ആ കവർ പൊട്ടിക്കുന്നതന്നെ ക്ലാസ് മുഴുവനായിരിക്കും. ഒരാൾക്ക് പോലും ആ ചോദ്യങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി കാണാൻ കഴിയില്ല. എന്നാൽ അങ്ങനെയല്ല, അതുവരെയുള്ള ഓണപ്പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും മോഡൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അത് മുന്നേ തന്നെ സ്കൂളിലെത്തുകയും അധ്യാപകരത് പൊട്ടിക്കുകയും എണ്ണി ഓരോ ക്ലാസ്സിലേക്ക് വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചോരാനുള്ള സാധ്യതയും അധികമാണ്. അത് സ്കൂളിൽ നിന്നാവണമെന്നില്ല, ഇനി പല സ്ഥലങ്ങളിലൂടെ വരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നതുകൊണ്ട് സാധ്യതകളുണ്ട് എന്നും പറയപ്പെടുന്നു. സോ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അത്തരം ചോർന്ന് കിട്ടുന്ന ചോദ്യങ്ങളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത് ചോദ്യം വരുമല്ലോ, അതിൽ ഞങ്ങൾക്ക് മാർക്ക് വാങ്ങുമെന്നുള്ളത് കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാവും. കാരണം SSLC പരീക്ഷയിൽ ഒരിക്കലും ചോദ്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുക സാധ്യമല്ല. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.